ഹായ്, മൊബൈൽ ലെജൻസ് എങ്ങനെ കളിക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. ഇത് ബിഗ്നേഴ്സ് ഗൈഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡെപ്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഗെയിം ആദ്യമായി കളിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ദേ ഞാനിവിടെ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പുതിയ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഹയർ റാങ്കിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഗെയിമിൽ 5 പേരായിരിക്കും ഒരു ടീം. നമുക്ക് വേണമെങ്കിൽ ഒരാളായിട്ടും കളിക്കാം, രണ്ടാളായിട്ടും കളിക്കാം. പക്ഷേ 5 പേരായിരിക്കും ടോട്ടൽ ഒരു ടീം. ഈ ഗെയിമിൽ വന്നിട്ട് നമ്മൾ എങ്ങനെയും ഓപ്പോസിറ്റ് ടീമിൻ്റെ ബേസ് തകർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ബേസ് തകരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും വേണം. ഈ കാണുന്നതാണ് നമ്മുടെ മാപ്പ്. അപ്പോൾ ഈ ലെഫ്റ്റ് കോർണറിൽ നിന്ന് നമ്മുടെ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് കോർണറിലെ അവരുടെ ബേസ് പൊട്ടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ മിഷൻ. അപ്പോൾ നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് ബേസ് തകർക്കാൻ നോക്കുമ്പോൾ അവരും ഓപ്പോസിറ്റ് ടീം തിരിച്ചും ഇതുപോലെ തകർക്കാൻ നോക്കും. അപ്പോൾ നമ്മുടെ ബേസും ടറക്റ്റും ഒക്കെ സംരക്ഷിക്കുക അല്ലെങ്കിൽ സേഫാക്കി വെക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി കൂടി നമ്മൾക്കുണ്ട്. മൊത്തം 5 ടീംമേറ്റ്സ് ആണ് ഉള്ളതെങ്കിലും മൊത്തം 6 റോൾസാണ് ടോട്ടൽ ഉള്ളത്. ടാങ്ക്, ഫൈറ്റർ, അസാസിൻ, മേജർ, മാർക്സ്മാൻ, സപ്പോർട്ട്. ഇവിടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി വേറെ വേറെ ആണ്. ഇതാണ് നമ്മളുടെ ഹീറോ സെലക്ഷൻ സ്ക്രീൻ. ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മേജിനെയാണ്, അഥവാ മെഡിഷ്യൻ. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് കിട്ടിയ വെക്സാനനെ ആയിരിക്കും. ഇതാണ് വെക്സാന. മേജിന്റെ ഡ്യൂട്ടി എന്നത് മിഡ് ലൈൻ കൺട്രോൾ ചെയ്യുക എന്നതാണ്. എല്ലാ ടൈപ്പ് ഹീറോസിനും 2 ടൈപ്പ് പവേഴ്സ് ആണ് ഉള്ളത്, ഫിസിക്കൽ പവറും മാജിക്കൽ പവറും. അതിൽ മെജിഷ്യൻസ് അഥവാ മേജിന് എല്ലാവർക്കും കൂടുതലായിട്ട് മാജിക് പവർ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇതേ നമ്മൾ മേജ് ഹീറോ എടുത്തിട്ട് മിഡ് ലൈനിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ജംഗ്ലറിന്റെ ബഫ് കാണാൻ പറ്റും. പർപ്പിളും ഓപ്പോസിറ്റ് സൈഡായിട്ട് ഓറഞ്ചും കാണാൻ പറ്റും. മേജിന്റെ ആദ്യത്തെ ഡ്യൂട്ടി ജംഗ്ലർ ഏത് ബഫാണോ ആദ്യം എടുക്കുന്നത് അത് ഹെൽപ്പ് ചെയ്യുക എന്നതാണ്. അത് ഫസ്റ്റ് സ്കിൽ വെച്ചിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നതാണ്. അതിനുശേഷം നമ്മളുടെ ലൈനിലോട്ട് വന്നിട്ട് ഓപ്പോസിറ്റ് മിനിയൻസിനെ ക്ലിയർ ചെയ്യണം. മേജിനെ ഒറ്റയ്ക്ക് ഗെയിം ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മേജിന്റെ ഡ്യൂട്ടി എന്നത് നമ്മുടെ ടീംമേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. മിനിയൻസിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് ഈ ടറക്റ്റ് പൊട്ടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പോവാം. ചെറിയ റാങ്ക്സിലൊക്കെ പൊതുവേ ടറക്റ്റ് പുഷ് ചെയ്യാറാണ് പതിവ്. വലിയ റാങ്ക് എത്തുമ്പോൾ അത് മാറും. നമ്മളുടെ ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട്, അപ്പം നമുക്ക് റീകോൾ അടിക്കാം. റീകോൾ അടിക്കുമ്പോൾ ബേസിലേക്ക് പോയിട്ട് അത് റീഗെയിൻ ചെയ്യും. ഈ ഗ്രീൻ കാണുന്നതാണ് ഹെൽത്ത്, പിന്നെ താഴെ ബ്ലൂ ആണ് മന. ചില ഹീറോസിന് മനയ്ക്ക് പകരം എനർജി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് യെല്ലോ കളർ ആയിരിക്കും അവിടെ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഓരോ ടറക്റ്റായി പൊട്ടിച്ച് ഓപ്പോസിറ്റ് ടീമിൻ്റെ ബേസ് പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ടറക്റ്റ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ രണ്ടാമത്തെ ടറക്റ്റും പൊട്ടിച്ചിട്ടുണ്ട്. ഓരോ ലൈനിൽ മൊത്തം 3 ടറക്റ്റാണ് വരുന്നത്. മൂന്നാമത്തെ ടറക്റ്റും പൊട്ടിച്ചു. ഇനി ബേസ്. ഇതിപ്പോൾ ഞാൻ പ്രാക്ടീസ് മോഡിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് ബോട്ടാണ് കളിക്കുന്നത്. റിയൽ ഗെയിം ആവുമ്പോൾ കുറച്ചും കൂടി ടഫായിരിക്കും, കാരണം ഇത് റിയൽ പ്ലേയേഴ്സ് അല്ലേ. അപ്പോൾ അതേ നമ്മൾ ബേസ് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓരോ കളിയും ജയിക്കേണ്ടത്. ഇനി നമ്മൾക്ക് മാർക്സ്മാൻ റോൾ നോക്കാം. അപ്പോൾ താഴെ കാണുന്ന ഗോൾ ലൈൻ നോക്കുന്നതാണ് മാർക്സ്മാൻ്റെ ഡ്യൂട്ടി. മാർക്സ്മാൻ പൊതുവേ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര വീക്കായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവർ സ്ട്രോങ് ആവുക. അവർ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഗോൾഡ് വേണം. അപ്പോൾ അവർ കുറേ ഗോൾഡ് വാരയാണ് അവരുടെ ഡ്യൂട്ടി. ഗോൾഡ് ഫാം ചെയ്യാൻ വന്നിട്ട് മിനിയൻസിനെ കൊല്ലുക, പിന്നെ ഓപ്പോസിറ്റ് ടീമിൻ്റെ ക്രീപ്സിനെ എടുക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ നമ്മൾ മാർക്സ്മാൻ ആയിട്ട് ലൈലനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിൽ ലൈലനെ ആയിരിക്കും ഫസ്റ്റ് കിട്ടുക. അഥവാ മാർക്സ്മാൻ വന്നിട്ട് താഴത്തെയോ മേലത്തെയോ ഏതാ ഗോൾ ലൈൻ വെച്ചാൽ അതിലൂടെയാണ് പോകേണ്ടത്. പക്ഷെ ഞാനിപ്പോൾ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് മിഡ് ലൈനിൽ കൂടെ പോകുന്നുണ്ട്. നമ്മളെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മാക്സിമം ഗോൾഡ് എടുത്തുകൊണ്ടിരിക്കുക, പ്ലസ് എനിമിയുടെ കയ്യിൽ പെട്ട് ഡെഡ് ആവാതിരിക്കുക. കാരണം നമ്മൾ ഡെഡ് ആവുമ്പോൾ അവർ ഓരോ കില്ല് എടുക്കുകയാണ്. അപ്പോൾ അവരുടെ ഗോൾഡ് കൂടിക്കൊണ്ടിരിക്കും. ഗോൾഡ് കൂടുന്തോറും അവർ സ്ട്രോങ് ആവും. പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അവരെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മാർക്സ്മാൻ ഒന്നില്ലെങ്കിൽ മേലെയോ താഴെ ആയിരിക്കണം. ഈ ക്രാബിനെ കണ്ടോ? ഈ ക്രാബിനെ നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഗോൾഡ് കിട്ടുക. അപ്പോൾ നമുക്ക് എക്യുപ്മെൻറ്റ്സ് വാങ്ങാനും സ്ട്രോങ് ആവാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ടർട്ടിൽ. ഈ ടർട്ടിൽ ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും സ്പോൺ ആവുക. ടർട്ടിൽ എടുക്കേണ്ടത് ഒരാളല്ല, ടീമിലെ എല്ലാവരും കൂടി ചേർന്നിട്ട് വേണം ടർട്ടിൽ എടുക്കാൻ. കാരണം ഒരു ടർട്ടിൽ എടുത്തു കഴിയുമ്പോൾ ടീംമേറ്റ്സിന് എല്ലാവർക്കും ഗോൾഡ് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാവരും സ്ട്രോങ് ആവും.
ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഓപ്പോസിറ്റ് ടീമും എടുക്കാൻ നോക്കും. അപ്പൊ നമ്മൾ വിട്ടുകൊടുക്കരുത്. അപ്പൊ ഞാനിവിടെ ലെവൽ 4 ആയി. അപ്പൊ എന്റെ അൾട്ടിമേറ്റ് അൺലോക്ക് ആയി. ഓരോ ഹീറോയ്ക്കും 3 ഡിഫറെന്റ് സ്കിൽസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ആ ഹീറോന്റെ സ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. മറ്റുള്ള ഹീറോസിനെ അപേക്ഷിച്ചിട്ട് മാർക്സ്മാന്റെ റേഞ്ച് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് പോവാതെ തന്നെ അവരെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓരോ ഹീറോസിന്റെ അറ്റാക്ക് റേഞ്ചും ഡിഫറെന്റ് ആയിരിക്കും. റേഞ്ച് കൂടുതലായതുകൊണ്ട് തന്നെ ടീം ഫൈറ്റ്സിൽ വരുമ്പോൾ മാർക്സ്മാൻ പറ്റുന്നതും ബാക്കിൽ നിന്നിട്ട് വേണം ഫൈറ്റ് ചെയ്യാൻ. ഹൈ റേഞ്ചും ഹൈ ഡാമേജും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി മാർക്സ്മാന്റെ ഡിഫൻസ് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് എനിമീസിന് ഇവരെ ഈസി ആയിട്ട് കിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ മാർക്സ്മാൻ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നന്നായി പൊസിഷൻ ചെയ്ത് വേണം കളിക്കാൻ. അപ്പോൾ മാർക്സ്മാന്റെ ഇത്രയൊക്കെ പറയാനുള്ളൂ. ബാക്കി നിങ്ങൾക്ക് കളിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫൈറ്റർ ഹീറോനെയാണ്. ഈ കാണുന്ന എല്ലാം ഫൈറ്റർ ഹീറോസ് ആണ്. ഫൈറ്റർ ഹീറോസിന് പൊതുവെ നല്ല ഡാമേജും നല്ല ഡിഫൻസും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരെ കൊല്ലാനും ഇവരോട് ഫൈറ്റ് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ അറ്റാക്ക് റേഞ്ച് ഭയങ്കര കുറവായിരിക്കും. അപ്പൊ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എനിമിയുടെ തൊട്ടധികത്ത് പോയിട്ട് മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൈഡ് ലൈൻസിലൂടെയാണ് നമുക്ക് പോവേണ്ടത്. ഇത് താഴെയാവാം മേലെയാവാം. നല്ല ടഫ് ആയത് കൊണ്ട് തന്നെ എല്ലാ ടീം ഫൈറ്റ്സിലും ഇവർക്ക് ഇടപെടാൻ പറ്റും. ഇവർ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഫൈറ്റിന്റെ ഗതി മാറും. കളിയുടെ തുടക്കത്തിൽ തന്നെ നല്ല ഡാമേജ് ഉള്ളത് കൊണ്ട് ഇവർക്ക് ടർട്ടിൽ സ്പോൺ ആവുമ്പോൾ തന്നെ എടുക്കാൻ സഹായിക്കാൻ പറ്റും. നിങ്ങളൊരു EXP ലൈനർ ആണെങ്കിൽ ഫൈറ്റ്സ് നടക്കുമ്പോൾ ഭയന്ന് പിന്തിരിഞ്ഞ് ഓടാതെ ഫൈറ്റ്സിൽ ഇടപെടാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ EXP ലൈനറിനെ പറ്റി പറയാൻ. അപ്പോൾ നെക്സ്റ്റ് ഹീറോനെ കാണാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അസാസിൻ ഹീറോസിനെയാണ്. ഈ ഗെയിമിലെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഔട്ട്പുട്ട് ഇവർക്കാണ്. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി ജംഗിൾ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിലും കൂടുതൽ സ്ട്രോങ് ആവുക എന്നതാണ്. ജംഗ്ലർ ആയിരിക്കും എല്ലാ ഗെയിമിലും ആദ്യം തന്നെ ലെവൽ 4ലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ഓറഞ്ച് ബഫ് എടുക്കാനാണ്. അപ്പോൾ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾ ബിഗിനർ ആയതുകൊണ്ട് തന്നെ ആദ്യം ഓറഞ്ചോ അല്ലെങ്കിൽ പർപ്പിളോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം വെച്ചാൽ അത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രീപ്പ് എടുത്തു കഴിഞ്ഞു. അടുത്ത ക്രീപ്പും എടുക്കാം. ഒരു ജംഗ്ലർ ആയിരിക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാ ക്രീപ്സും പെട്ടെന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഓരോ ക്രീപ്പിനും ജംഗ്ലർ ആണെങ്കിൽ ഗോൾഡ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ക്രീപ്സിനെ വേഗം കൊല്ലാൻ ജംഗ്ലേഴ്സിനെ പറ്റുള്ളൂ. ജംഗിൾ ചെയ്യുമ്പോൾ ബാറ്റിൽ സ്പെല്ലായിട്ട് റിട്രിബ്യൂഷൻ വെക്കണം. അതെന്താണെന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബഫ് എടുത്തു. അപ്പോഴേക്കും നമ്മൾ ലെവൽ 3 കഴിഞ്ഞ് ലെവൽ 4ലേക്ക് മാറാൻ തുടങ്ങി. ലെവൽ 4 ആയാൽ ഉടനെ തന്നെ ഓപ്പോസിറ്റ് ടീമിലെ വീക്കായ എനിമീസിനെ തേടി പിടിച്ച് കൊല്ലണം. അതാണ് ജംഗ്ലേഴ്സിന്റെ ഡ്യൂട്ടി. ഇത്രയും ആകുമ്പോൾ തന്നെ നമ്മളുടെ ടർട്ടിൽ സ്പോൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ടർട്ടിൽ വന്ന ഉടനെ തന്നെ അത് എടുക്കണമെന്നതാണ് ജംഗ്ലറിന്റെ ഡ്യൂട്ടി. ഈ സമയത്ത് ബാക്കിയുള്ള ടീംമേറ്റ്സ് വന്ന് ജംഗ്ലറെ ടർട്ടിലെടുക്കാൻ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് എനിമീസിനെ ടർട്ടിലെടുക്കാതെ തടയണം. ഒരു ഗെയിമിൽ 3 ടർട്ടിൽസ് ആവും സ്പോൺ ആവുക. അത് മാക്സിമം നമ്മളുടെ ടീം തന്നെ എടുക്കാൻ നോക്കണം. 3 ടർട്ടിൽ കഴിഞ്ഞാൽ 4ാമത് വരുന്നത് ഈ കാണുന്ന ലോഡായിരിക്കും. ഈ ലോഡ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ലോഡ് നമ്മളുടെ ടീമിൽ ചേർന്ന് ഓപ്പോസിറ്റ് ടീമിനെ അറ്റാക്ക് ചെയ്യും. ഇനി ഓപ്പോസിറ്റ് ടീമാണ് എടുക്കുന്നതെങ്കിൽ ലോഡ് അവരുടെ ടീമിൽ ചേർന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ മാക്സിമം അതിനെ റിപ്പൽ ചെയ്യാൻ നോക്കണം. അപ്പോൾ കാണുന്നത് പോലെ ഓപ്പോസിറ്റ് ടീമിന്റെ ബഫ്സും നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ചെയ്യുന്നതിലൂടെ അവർ ലെവലപ്പ് ആവുന്ന സ്പീഡ് നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇതുപോലെ എനിമി ടീമിന്റെ ബഫ്സ് ഇൻവേഡ് ചെയ്യുന്നത് സൂക്ഷിച്ച് മാത്രം ചെയ്യുക. കാരണം എനിമി ടീം നമ്മളെ കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജംഗ്ലർ ആണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വീക്കർ ആയിട്ടുള്ള ഹീറോസിനെ ഡിലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡാമേജ് കൂടുതലായതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ടീം നിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം ഫൈറ്റ് ചെയ്യാൻ. ഒരു ജംഗ്ലർ വീക്ക് ആണെങ്കിൽ ആ ടീം തന്നെ വീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജംഗ്ലർ ആണെങ്കിൽ നന്നായി ഫാം ചെയ്ത് സ്ട്രോങ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഒരു ജംഗ്ലറെ പറ്റി പറയാനായിട്ട്. ഇനി നമ്മൾക്ക് അടുത്ത ഹീറോനെ നോക്കാം. അപ്പോൾ ഇനി ലാസ്റ്റ് ഹീറോ, ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, റോം. എല്ലാ ടീംമേറ്റ്സിനെയും സപ്പോർട്ട് ചെയ്യലാണ് റോമിന്റെ പ്രധാന ഡ്യൂട്ടി. റോം ചെയ്യാനായിട്ട് 2 ടൈപ്പ് ഹീറോസിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ടാങ്ക്, ഒന്ന് സപ്പോർട്ട്. നല്ല ഡിഫൻസും ടാങ്കിയുമായ ഹീറോസ് ആണ് ടാങ്ക്സ്.
അതുപോലെ തന്നെ ഹീലിംഗ് പവേഴ്സും ടെക്നിക്കൽ സ്കിൽസും ഉള്ള ഹീറോസ് ആണ് സപ്പോർട്ട്. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഒരു ടാങ്കി ഹീറോനെയാണ്. ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്നത് ഫൈറ്റുകൾ സെറ്റപ്പ് ചെയ്യുന്നതാണ്. നന്നായി അനലൈസ് ചെയ്ത് നമ്മളുടെ ടീമിനെ അനുകൂലിക്കുന്ന വിധം ഫൈറ്റുകൾ സെറ്റ് ചെയ്യണം. ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഇവർ നല്ല ടഫായിരിക്കും. ഇവരെ കൊല്ലാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. ടീംമേറ്റ്സിനെ കിൽസ് എടുക്കാൻ അസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അസിസ്റ്റ് കൂടുതലും കിൽസ് പൊതുവെ കുറവുമായിരിക്കും. ഒരുപാട് ഡിഫറെന്റ് എബിലിറ്റീസ് ഉള്ള ടാങ്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സൂട്ടായ ടാങ്കിനെ എടുത്തു മാത്രം റോം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ റോമിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഡ്യൂട്ടിയാണ് വിഷൻ കൊടുക്കുന്നത്. എനിമീസ് മാപ്പിൽ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ അവരുടെ അടുത്ത് പോയി നമ്മുടെ ടീംമേറ്റ്സിന് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ വിഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എനിമീസിന്റെ കയ്യിൽപ്പെട്ട് ഡെഡ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓരോ പ്രാവശ്യം വിഷൻ കൊടുക്കുമ്പോൾ നമ്മൾക്ക് 30 ഗോൾഡ് വെച്ച് കിട്ടുന്നതാണ്. ഇത് നമ്മളെ പെട്ടെന്ന് ലെവലപ്പ് ചെയ്യാനും സ്ട്രോങ്ങർ ആക്കാനും സഹായിക്കും. റോമർ ആയതുകൊണ്ട് തന്നെ ഒരു ടീം ഫൈറ്റ് നടക്കുമ്പോൾ നിങ്ങൾ ആദ്യം കയറി ഇടപെടാനും നിങ്ങളുടെ ജീവൻ കൊടുത്തുകൂടി ടീം ഫൈറ്റിൽ നിന്ന് അവരെ രക്ഷിക്കാനും സാധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ടാങ്കിന്റെ ഡ്യൂട്ടി. ബാക്കി നിങ്ങൾക്ക് കളിക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾക്ക് വേറെ സപ്പോർട്ട് ഹീറോനെ ചൂസ് ചെയ്യാം. ഇത്രയും സപ്പോർട്ട് ഹീറോസ് ആണ് ഉള്ളത്. ഇവരുടെ എബിലിറ്റീസ് ഹീലിംഗ് പവറോ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽസോ ആയിരിക്കും. നിങ്ങളൊരു സപ്പോർട്ട് ഹീറോ ആണെങ്കിൽ എനിമീസിനെ ടെക്നിക്കലി കീഴടക്കാനും നിങ്ങളുടെ ടീംമേറ്റ്സിന് HP കമ്മിയാവുമ്പോൾ അതിനെ ഹീൽ ചെയ്ത് കൂട്ടാനും സാധിക്കും. ടാങ്ക്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സപ്പോർട്ട് ഹീറോസിന്റെ ഡിഫൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ ചില സപ്പോർട്ട് ഹീറോസിന് അവരുടെ ബിൽഡ് മാറ്റിക്കൊണ്ട് ടാങ്കി ആയിട്ട് മാറാനും സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഹീലിംഗ് പവറുള്ള ഒരു സപ്പോർട്ട് ഹീറോനെയാണ്. നിങ്ങൾ സപ്പോർട്ട് ഹീറോ ആണ് എടുക്കുന്നതെങ്കിൽ മാക്സിമം നിങ്ങളുടെ മാർക്സ്മാനിനെ സഹായിക്കാൻ പോകണം. കാരണം ഏർലി ഗെയിം മാർക്സ്മാൻ വളരെ വീക്ക് ആയിരിക്കും. ഇവിടെ ഞാനിപ്പോൾ ഹീലിംഗ് പവർ ഇല്ലാത്ത വേറൊരു സപ്പോർട്ടിനെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ഹീറോസിനെ യൂസ് ചെയ്യുമ്പോൾ ടൈമിങ്ങും പ്രിസിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്കിൽ യൂസ് ചെയ്യുന്നത് മിസ്സായി പോയി കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവുന്നതാണ്. അതിനെ അപേക്ഷിച്ച് നിങ്ങളുടെ സ്കില്ല് മിസ്സാവാതെ നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും നിങ്ങളുടെ ടീമിന് അതിലൂടെ കിട്ടുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ സപ്പോർട്ട് ഹീറോസിനെ പറ്റി പറയാൻ. ബാക്കി നിങ്ങൾക്ക് കളിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഞാൻ ശരിക്കും എങ്ങനെ ഒരു ഗെയിം കളിക്കേണ്ടതെന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മളുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും എൻ്റർ കൊടുത്താൽ മാത്രമേ മാച്ച് സ്റ്റാർട്ട് ആവുള്ളൂ. ഇവിടെ നമ്മൾക്ക് ഹീറോ സെലക്ഷൻ സ്ക്രീൻ കാണാൻ പറ്റും. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഒരു മാർക്സ്മാൻ ഹീറോ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോൾ ലൈനിലായിരിക്കും നമ്മൾ ഈ കളി കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഗോൾ ലൈനിലേക്ക് പോയി ഫാം ചെയ്യാൻ തുടങ്ങണം. എനിക്ക് ഡാമേജ് ഡീലേഴ്സിനെയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എടുക്കാറുള്ളത് ഹൈ ഡാമേജ് ഹീറോസിനെ തന്നെയാണ്. അപ്പോൾ അതേ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ നേരെ ഗോൾ ലൈനിലേക്ക് പോവുകയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സപ്പോർട്ടും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ടാങ്കും വന്നിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഈ മിനിയൻസിനെ എല്ലാം കിൽ ചെയ്ത് ഫാം ചെയ്യാൻ നോക്കുക. ഡെഡ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാണുന്ന ക്രാബ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേഗം എടുക്കാൻ ശ്രമിക്കണം. ഈ കാണുന്നത് പോലെ എല്ലാ ടറക്റ്റും മാക്സിമം പുഷ് ചെയ്യാൻ മാർക്സ്മാൻ ആയതുകൊണ്ട് നമ്മൾ നോക്കണം. കണ്ടില്ലേ, ആദ്യം ഞാൻ വീക്കായിരുന്നെങ്കിൽ കൂടി ഫാം ചെയ്തതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ സ്ട്രോങ് ആയി. അടുത്ത ടറക്റ്റ് കൂടി നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഓരോ ടറക്റ്റ് പൊട്ടിക്കുമ്പോഴും അവരുടെ ഡിഫൻസ് നമ്മൾ അത്രത്തോളം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കളി തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് മാർക്സ്മാൻ വളരെ സ്ട്രോങ് ആവും. അപ്പോൾ ലോഡ് എടുക്കാൻ സഹായിക്കേണ്ടത് മാർക്സ്മാന്റെ ഡ്യൂട്ടിയാണ്. വേണമെങ്കിൽ ഒറ്റയ്ക്കും ലോഡ് എടുക്കാം. അപ്പോൾ ദേ നമ്മളെടുത്ത ലോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ അവരുടെ ടീമിനെ ഫുള്ള് വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കളിയിൽ ഇപ്പം ജയിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു മാച്ച്. ഇത് നിങ്ങൾ വേറെ വേറെ ഹീറോസിനെ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ദേ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ഗെയിമിനകത്തുണ്ട്. എംബ്ലംസ്, ബാറ്റിൽ സ്പെൽസ്, എക്യുപ്മെൻറ്റ്സ്. ഇത് നിങ്ങൾക്ക് ബിഗിനർ ആയതുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് തനിയെ മനസ്സിലായിക്കോളും. എന്നാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ജംഗ്ലർക്ക് റെട്രിബ്യൂഷൻ വെക്കണം. അപ്പോൾ ബേസിക് കാര്യങ്ങളായിട്ട് ഇത്രമാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഇതിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് വീഡിയോ ഞാനത് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.